ഇത് നാടൻ റോസയാണ് കണ്ടോ. ഇതിപ്പം ഞാൻ ഇങ്ങനെ മാറ്റി മണ്ണൊക്കെ ഇളക്കി വെച്ചേക്കും. കണ്ടോ ഞാൻ അരി വരുമെന്ന് പറയുന്നത് ഇത് കണ്ടോ. കണ്ടോ ഇതാണ് എന്റെ അരി. പ്രീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് നമ്മളെല്ലാവരും നേഴ്സറിയിൽ പോയി റോസാ ചെടി കാണുമ്പോൾ എല്ലാവരും വാങ്ങിച്ചോണ്ടിരിക്കും. അപ്പൊ പൈസ ഒന്നും ഒരു വിഷയമല്ല. ചെടിയും അതിന്റെ പൂക്കളും കാണും വളരെ സന്തോഷം. നമ്മുടെ വീട്ടിലും കൊണ്ട് ചെയ്തു പൂണൊക്കെ പൂക്കും എന്നാണ് എല്ലാവരെയും വിചാരം. പക്ഷെ ഒന്നും സംഭവിക്കാറില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ പൂക്കൾ ഉണ്ടായിരുന്നിരിക്കും. അത് കഴിഞ്ഞ് ചെടി ക്രമേണ ഉണങ്ങാൻ തുടങ്ങും. മഴക്കാലത്തൊന്നും പ്രത്യേകിച്ച് പറയുകയും വേണ്ട. അപ്പൊ അതിനുള്ള പരിഹാരമാണ് വീഡിയോയിൽ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അത് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട്. എന്റെ വീഡിയോക്ക് എന്തോ പ്രശ്നം സംഭവിച്ചു. എന്താണ് സംഭവിക്കുന്നത്? ഓരോ പ്രാവശ്യം മോണിറ്റൈസേഷൻ എടുക്കുമ്പോൾ അതിന്റെ വ്യൂസ് അങ്ങ് പോകും. ഇപ്പൊ എല്ലാവരും എന്റെ വീഡിയോ എന്താ കണ്ട് എനിക്കൊരു മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ട സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ എന്ത് തരണേ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. വെറും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു റോസയാണ്. ഇതല്ലേ ഞാൻ 1-2 ഗ്രാഫ്റ്റ് എനിക്ക് എന്റെ വേലയാണ് ചെടി വാങ്ങിച്ച ഉടനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ. അപ്പം ആരും തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അറിയാവുന്നവരാരും ഈ വാങ്ങിച്ചത് ബഡ് റോസയെ ഗ്രാഫ്റ്റ് ചെയ്ത് നാടൻ റോസയെ മാത്രമേ ഗ്രാഫ്റ്റ് ചെയ്യാവൂ. അപ്പം ഇതൊരു നാടൻ റോസയാണ്. അതുകൊണ്ടാണ് ഗ്രാഫ്റ്റ് ചെയ്ത്. എന്നിട്ട് ഒരെണ്ണം മഴയായിട്ട് പോയി. അപ്പൊ ഇതുകൊണ്ട് അതിന്റെ മൂട്ടിലെ മണ്ണൊക്കെ നോക്കി ഞാൻ ചെറുതായിട്ട് മാറ്റമൊക്കെ നോക്കി. ഇപ്പൊ ഉണ്ടോ മണ്ണ് കട്ടിയായിട്ടുണ്ട്. ഇങ്ങനെ കുറഞ്ഞാപ്പൊന്നും അത് വരത്തില്ല കേട്ടോ. ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നു. ഇതാണ് എന്റെ പ്രശ്നം. നമ്മളിപ്പോ തട്ടിയിട്ടിട്ട് കുറഞ്ഞ ചെടി ഗ്രാഫ്റ്റും ഒക്കെ ഉണ്ട്. ചെടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ചിലപ്പോൾ അത് ഉണങ്ങിപ്പോ. അതുകൊണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത് നമുക്ക് കാണിക്കാം. ഇതിന്റെ ഹോളെല്ലാം ഇങ്ങനെ അടഞ്ഞുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്, ഇതെല്ലാം അടഞ്ഞിരിക്കാനുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട് ഉണ്ട് ഉണ്ട് ഇതെല്ലാം ഇത് അടഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു ഹോളുണ്ട്. ധാരാളം ഹോളുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ഒരു കൈ പിടിച്ചിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കണ്ടോ, ഈ ഹോളുകളൊക്കെ ആദ്യം തുറക്കുകയാണ് വേണ്ടത്. അതിനോട് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞ് ഈ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു കമ്പി എടുത്തിട്ട് ഈ ഹോളിൽ കൂടെ കമ്പി അങ്ങ് അപ്പുറത്ത് കണ്ടോ കണ്ടോ ഒന്നെടുത്ത ചട്ടി അങ്ങ് താത്തു. ചട്ടി അങ്ങ് താത്തു വെച്ചു. അപ്പൊ ഈ കമ്പി ഇങ്ങനെ മേളിൽ വന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ ഹോളിൽ കൂടി നമ്മൾ അടുത്ത ഹോളിൽ കൂടി ഇങ്ങനെ എടുക്കുക. അടുത്ത് എവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോളിൽ കൂടെ നമ്മളിങ്ങനെ കമ്പി കയറ്റുക മേളിൽ. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു 5-6 ഹോൾ എന്തായാലും ഒരു ചട്ടിക്കമ്പി ഇടും. അപ്പൊ അതിങ്ങനെ ഊരിയെടുക്കുക. നമ്മളിതിന്റെ മൂടൊക്കെ ഒന്ന് ഇളക്കും. കണ്ടോ, തക്കപ്പന്റെ മൂടുണ്ടെല്ലാം ഇളകി വരുന്നുണ്ടോ. മണ്ണെല്ലാം കട്ട പിടിച്ച മണ്ണെല്ലാം നല്ല കട്ടിക്കാട്ടി ഇരിക്കുമായിരുന്നു. ഈ മണ്ണെല്ലാം ഹോളൊക്കെ ഒന്ന് ഓപ്പണായി. ഈ കമ്പി വെച്ചപ്പോ ഈ കട്ടിയായിട്ടിരുന്ന ഹോളെല്ലാം അടഞ്ഞിരുന്ന അതെല്ലാം ഇളകി. കണ്ടോ, മൂടൊക്കെ നല്ല ഇതായി. അപ്പൊ നല്ല എയർ സർക്കുലേഷൻ ഒക്കെ കിട്ടി. ഈ ചെടി ഇനി നിറച്ചിച്ചിരി എന്തെങ്കിലും വളവിട്ട് കൊടുത്താൽ മതി. നല്ലതായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും.